എല്ലാവർക്കും സ്വാഗതം. നന്ദു ആണെങ്കിൽ പിന്നീട് രാകേഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, അനി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മദ്യമൊന്നും കൊടുത്തേക്കരുത് കേട്ടോ, അവൻ അങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയും. അപ്പോൾ അവരെന്നെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന്. അപ്പോൾ അതൊക്കെ അവൻ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ അവന് മദ്യം കൊടുത്തേക്കരുത് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ സ്ഥിരം മദ്യപാനികളൊന്നുമല്ല, ഞങ്ങൾ വല്ലപ്പോഴും മാത്രമാണൊന്ന് കമ്പനി കൂടുന്നത് എന്ന്. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് നന്ദു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ആ ഒരു സ്വഭാവം മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അനി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മദ്യം കൊടുത്തേക്കരുത് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞേക്കിന് തന്നെ അവിടെ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ടായിരുന്നു. അനി തന്നെയാണ്. അപ്പോൾ അനിയാണെങ്കിലും കവളിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ അത് കണ്ടുപിടിക്കുന്നുണ്ട്. നീ എന്താടാ മുഖം മറച്ചു പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അനിയുടെ മുഖത്താണെങ്കിലും ആ CA അടിച്ച പാടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ നിന്നെ തല്ലിയത് എന്ന് ചോദിക്കും. നന്ദു ആണോ നിന്നെ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ അനിയനെ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദു ഒന്നല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അവളുടെ സീനിയർ ഓഫീസറാണെന്ന് പറയുമ്പോൾ അവർക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അയാൾ നിന്നെ എന്തിനാടാ തല്ലുന്നത്, എന്നാൽ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അയാൾക്ക് ഇരട്ടടി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ ഇരട്ടടി കൊടുക്കുന്നത്, അപ്പോൾ പ്രേമിക്കുന്ന പെണ്ണും അതുപോലെ തന്നെ കൂട്ടുകാരും ഒക്കെ കണക്ക് തന്നെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവളാണെങ്കിലും എന്നെ അടിക്കുന്ന നോക്കി അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ഒന്നും പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് അവൾ പ്രതികരിക്കുന്നത്, അവളുടെ സീനിയർ ഓഫീസറല്ലേ എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അയാളെ കൊണ്ട് എന്നെ തല്ലിപ്പിച്ചത് അവളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോൾ രാകേഷും വിഘ്നേഷൊക്കെ പറയുകയാണ്, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അവളിപ്പോൾ നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും നിന്നോട് സംസാരിക്കാറില്ലല്ലോ, അപ്പോൾ ഇതിങ്ങനെ നിനക്ക് തന്ന അടി ഇങ്ങനെ അവൾക്ക് തന്നെ ആയിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക, അതിൻ്റെ വിഷമം അവൾക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാകെ ഭ്രാന്തെടുത്ത് നടക്കുകയാണ്, എനിക്ക് എന്തായാലും 2 പെഗ് കഴിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തായാലും ആ പരിപാടി നിർത്തിയെന്ന് പറഞ്ഞിട്ട് അവർ മദ്യമൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ അനിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ടത് വാങ്ങിച്ച് കഴിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോയി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദർശേട്ടനെ വിളിച്ച് കാര്യം പറയുമെന്ന് രാകേഷും വിഘ്നേഷും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും ആ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അത് CAനെയും അമ്മാവനെയും തന്നെയാണ് കാണിക്കുന്നത്. അമ്മാവൻ വീണ്ടും മകളെ കാണാൻ CA ചെല്ലാത്തതുകൊണ്ടുള്ള പരാതി പറയാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നീ എന്താ വീട്ടിലേക്ക് വരാത്തത്, ഇവിടെ വന്ന ശേഷം നീ ഇങ്ങനെ മുങ്ങി നടക്കുകയാണോ, നിന്നെയും കാത്തൊരു പെൺകുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അവൾക്ക് വാക്ക് കൊടുത്തിട്ട് അവളെ പറ്റിക്കാനുള്ള പരിപാടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ CA സാറാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ വെറുതെ ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയായിട്ട് ജീവിതം കളയുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കുടുംബത്തിൽ ഒരു പോലീസ് ഓഫീസർ ഉള്ളത് നല്ലത് തന്നെയല്ലേ, അപ്പോൾ നീ ഇപ്പോൾ അങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിലും ഇനി കൂടാതെ DYSP ഒക്കെ പെട്ടെന്ന് തന്നെ ആവുമല്ലോ, അപ്പോൾ അതൊരു ഗമ തന്നെയല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ ഇങ്ങനെ വൈകാതെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അനിയും നന്ദും തമ്മിലുള്ള ആ ബന്ധം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നിൻ്റെ താഴെയുള്ള CA നന്ദുവിൻ്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അങ്ങനെ അയാളുടെ മകളെ കല്യാണം കഴിച്ചവനാണ് ഈ അനന്തപുരിയിലെ അനി എന്ന് പറഞ്ഞ പയ്യൻ. അപ്പോൾ അവനും അതുപോലെ തന്നെ CA നന്ദും തമ്മിൽ ഇങ്ങനെ അടുപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു അടുപ്പോ CA നന്ദനയ്ക്ക് അനിയനോടില്ല എന്നാണ് കേട്ടോ CA പറയുന്നത്. അപ്പോൾ നമ്മുടെ അമ്മാവനാണെങ്കിലും അനി നന്ദും തമ്മിലുള്ള ബന്ധം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അനിയാണെങ്കിൽ പലപ്പോഴും സ്റ്റേഷനിലേക്ക് അവളെ കാണാനായിട്ട് വരുന്നുണ്ട് എന്നൊക്കെയാണല്ലോ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് എന്നൊക്കെ പറയുമ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അനി ഇങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വന്ന സമയത്ത് അവനോട് പറഞ്ഞിട്ടുണ്ട് വെറുതെ സ്റ്റേഷനിൽ കയറി ഇറങ്ങരുത് എന്ന്. അപ്പോൾ പിന്നെ എൻ്റെ വാക്ക് വില വെക്കാതെ അവൻ വീണ്ടും വന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കരണത്തടിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. അവനാണെങ്കിലും അനന്തരവന് കൈയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ അവൻ്റെ കരണത്തടിച്ചു അല്ലേ, ഇതെൻ്റെ കൂട്ടുകാരനെ വിളിച്ച് അറിയിക്കണം, വേണുവിന് നല്ല സന്തോഷമാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവനെ ഇട്ട് വട്ടം കറക്കുന്ന പോലെ തന്നെ CAനെ ഇട്ടൊന്ന് വട്ടം കറക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നീ ഇങ്ങനെ എന്തായാലും വൈകാതെ തന്നെ വീട്ടിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും പിന്നെ അവിടെ നിന്ന് പോവാണ് കേട്ടോ അമ്മാവൻ. ആ സമയത്ത് CA മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ ഒരു ബന്ധം അനിയും നന്ദുവും തമ്മിലുണ്ടാവുമോ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ല, അങ്ങനെ നന്ദുവിൻ്റെ മനസ്സ് അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കീഴടക്കാൻ പറ്റില്ല എന്ന് അയാൾ തന്നെ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ അമ്മാവനും വേണും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അടി കിട്ടിയ കാര്യമൊക്കെ പറയുമ്പോൾ വേണുവിനും നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എൻ്റെ അനന്തരവനാണെങ്കിലും ഒരു ജഗജില്ലിയാണ്, അവനിങ്ങനെ ജോലി വിട്ടൊരു കളിയുമില്ല, നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ്, അതിലൊരു വിട്ടുവീഴ്ച അവൻ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മകളെ കാണാൻ വരാനിരിക്കുകയാണ് അവൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോമ്പൻസേഷനൊക്കെ വാങ്ങിച്ചെടുത്തോണം എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബന്ധം പിരിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അത് പിരിയല്ലോ എന്നാണ് വേണു പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല കോമ്പൻസേഷനൊക്കെ വാങ്ങിയെടുത്ത്
വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് കൊടുക്കാനുള്ള പണമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, ആ പണം എനിക്കങ്ങ് തന്നേക്കണം, എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിന്നെ കാണാൻ വരുന്നത് എൻ്റെ അനന്തരവൻ തന്നെ ആയിരിക്കും, അത് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകൂട്ടോ അയാൾ. എനിക്ക് അടി കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ വേണുവിന് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. പിന്നീട് നന്ദു ആണെങ്കിൽ അനീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനി ഡ്രൈവിങ്ങിലായിരിക്കും. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടോണ്ട് തന്നെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഫോൺ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവാണ് വിളിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അനി ഇങ്ങനെ കോളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നന്ദുവിന് ആകെ വിഷമാവുന്നുണ്ട്. വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കോൺസ്റ്റബിൾ അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ. എന്നിട്ട് നന്ദുവിൻ്റെ വിഷമം കണ്ടിട്ടാണെങ്കിലും ഓരോന്നും ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനീനെ CI സാർ അടിച്ചത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാഡത്തിന് വിഷമമായി കാണുമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാളുടെ സംസാരം കേട്ടിട്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ നന്ദു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പോൾ ഞാനതങ്ങ് സഹിച്ചോളാം, നിങ്ങളിപ്പോൾ തൽക്കാലം ഇവിടുന്ന് ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ അയാൾ വീണ്ടും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദു ആണെങ്കിലും ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, ഞാനങ്ങ് പോയേക്കാന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകട്ടോ. നന്ദു ആണെങ്കിലും ദേഷ്യപ്പെട്ട് അയാളോട് ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അയാളെ അടിച്ചത് എന്തായാലും മാഡത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പം അതിൻ്റെ ദേഷ്യം എന്നോട് തീർക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ CI സച്ചിദാനന്ദനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പുതിയൊരാളായിട്ടാണ് കേട്ടോ CI സച്ചിദാനന്ദൻ. നമ്മുടെ പഴയ ആൾ മാറിയിട്ടുണ്ട്, ഇപ്പോൾ വേറെ ഒരു പുതിയ മുഖമാണ് കേട്ടോ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കോൺസ്റ്റബിൾ നേരെ CI സാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അനീനെ അടിച്ചതൊന്നും മാഡത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഇയാളോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് നയം മാറ്റാൻ പോവുകയാണ്, അപ്പോൾ എന്നെക്കുറിച്ച് നന്ദുവിനോട് നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ആ ചെറുക്കനെ വെറുക്കാൻ വേണ്ടിയിട്ടും സാറിനെ മാഡം ആരാധിക്കാൻ വേണ്ടിയിട്ടും എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് അവനിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ നന്ദു മാഡം വന്ന ശേഷം ഇവിടെ ഞങ്ങളുടെ കീശൊക്കെ കാലിയാണെന്ന് പറയട്ടെ. അപ്പോൾ അതൊക്കെ എനിക്കറിയാടോ, നമുക്ക് ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ആ കാലിയായ പോക്കറ്റൊക്കെ നമുക്ക് വീർപ്പിച്ചെടുക്കാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അയാൾക്കും നല്ല സന്തോഷമാവുന്നുണ്ട്, കോൺസ്റ്റബിളിനും നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ നന്ദുവിന് ഇങ്ങനെ അയാളോട് ആരാധന തോന്നണമല്ലോ, അപ്പോൾ ഇയാളും കൂടെ കൂട്ടിന് വേണ്ടല്ലോ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാലിയായ പോക്കറ്റിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റും അതുപോലെ തന്നെ ഷർട്ടിൻ്റെ പോക്കറ്റും ഒക്കെ നമുക്ക് വീർപ്പിച്ചെടുക്കാം എന്ന് പറയണം. അപ്പോൾ അയാൾക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് അനന്തപുരിയാണ് കാണിക്കുന്നത്. ദേവയാനി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊന്ന് ക്ഷേത്രം വരെ പോയിട്ട് വരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പലരുടെയും ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരില്ലേ എന്നൊക്കെ മുത്തശ്ശനോട് ദേവയാനി ചോദിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ്. സ്വന്തം കുടുംബത്തിലെ പ്രശ്നത്തെക്കാളും അന്യരുടെ കുടുംബത്തിലെ പ്രശ്നം അറിയാനാണല്ലോ എല്ലാവർക്കും താല്പര്യം, അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും കേട്ടോ. അപ്പോൾ അവർ പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണല്ലോ അനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, എവിടേക്കോ അലഞ്ഞ് തിരിഞ്ഞിട്ട് അവൻ എന്താ വരുന്നു എന്ന് പറയട്ടെ. അപ്പോൾ കുടുംബത്തിനകത്തും അനിയൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും കവളത്ത് ആ CI അടിച്ച പാടുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ടാട്ടോ വരുന്നത്. അവരൊക്കെ കാണുമെന്നുള്ളൊരു ടെൻഷനോടുകൂടി തന്നെയാണ് കയറി വരുന്നത്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ചോദിക്കും, നിനക്ക് എന്താ ഒരു പരിങ്ങലെന്ന്? ഒന്നുമില്ല മുത്തശ്ശാന്ന് പറയട്ടെ. അപ്പോൾ നീ എന്താ ഇങ്ങനെ മുഖം പൊത്തി പിടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ എന്താടാ എന്ന് ചോദിച്ചിട്ട് ആ കയ്യങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരാടാ നിന്നെ അടിച്ചതെന്ന് ചോദിക്കും. നീ എവിടെയെങ്കിലും തല്ലി ഉണ്ടാക്കിയിട്ട് വരികയാണോ അതോ നിന്നെ മനഃപൂർവ്വം ആരെങ്കിലും അടിച്ചതാണോ, സത്യം പറഞ്ഞോണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും കാര്യം പറയുന്നുണ്ടായിരുന്നു, ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയി എന്ന് പറയട്ടെ. അപ്പോൾ നീ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോൾ അതെന്തിനാ, അതാ നന്ദുവിനെ കാണാൻ പോയതായിരിക്കുന്ന ദേവയാനി പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണോ നിന്നെ അടിച്ചതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അവളൊന്നല്ല, അവളുടെ സീനിയർ ഓഫീസറാണെന്ന് പറയൂ കേട്ടോ. അവളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ തന്നെയാണ് എന്നെ അടിച്ചതെന്ന് പറയും. മുത്തശ്ശൻ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അനന്തപുരിയിലെ പയ്യനെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ മാത്രം ആയോ, എന്നാൽ പിന്നെ അതൊന്നും അറിയണമല്ലോ എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു, ക്ഷേത്രത്തിലേക്ക് നമുക്ക് പിന്നെ പോവാം, ഇപ്പം എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനിയനോട്, ഇപ്പോൾ നിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കാരണം അവരിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു, അപ്പോൾ മോനെ നീ അടുത്ത പ്രശ്നം കൊണ്ടാണല്ലോ വന്നത് എന്ന് പറയും കേട്ടോ.
അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു അനീനോട്, മറ്റാരുടെയും കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കുന്ന സ്വഭാവമൊന്നും നിനക്കില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ട് മുത്തശ്ശി മാറ്റം, എൻ്റെ മനസ്സ് ആരും ഇങ്ങനെ അറിയാനൊന്നും ശ്രമിക്കുന്നില്ല, എൻ്റെ സങ്കടം ആരും അറിയാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങ് അകത്തേക്ക് പോകും കേട്ടോ. പിന്നെ ഇപ്പം എന്താ ചെയ്യുക മോളെ എന്നിങ്ങനെ ദേവയാനീനോട് മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ടായിരുന്നു, ഒന്നും അറിയില്ല അമ്മയെന്ന് കേട്ടോ, ഇങ്ങനെ പോയാൽ എന്താവുമെന്ന് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയെന്ന് അറിയില്ലല്ലോ എന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും അനീനെ അടിച്ച് ആ CIനോട് ചോദിക്കുക വേണം, അയാൾ അതിന് ഉത്തരം പറയാൻ ഇങ്ങനെ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അനീനെ അങ്ങനെ വെറുതെ മനഃപൂർവ്വം അടിക്കാൻ പാടില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ CAനെ SP വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാളോട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അയാൾ പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ തന്നെ പോയേക്കാം, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയതാണ്, അറിയാതെ ചെയ്തു പോയതാണ്, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോവാം എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് ഫോണിലുള്ള സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അയാൾ അവിടെ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾ വീണ്ടും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കോൺസ്റ്റബിളിനോടും CI ഈ കാര്യം പറയാണ് കേട്ടോ, എന്നെ SP വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അനീനെ അടിച്ച കാര്യം അയാൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ ചെന്ന് മൂർത്തി സാറിനോടും അനീനോടും മാപ്പ് പറയാനാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ വിലയൊക്കെ ഇല്ലാതാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് ഇങ്ങനെ SP വിളിച്ചിട്ടാണ് ഞാൻ മാപ്പ് പറയുന്നതെന്നൊന്നും ഞാൻ പറയില്ല, നന്ദുവിൻ്റെ 2 ചേച്ചിമാരെയും കല്യാണം കഴിച്ചിട്ടുള്ള വീടാണല്ലോ, അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നി വന്നതാണെന്ന് മാത്രമേ പറയുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡത്തിനും ഇങ്ങനെ സാറിനോട് ഒരു വിലയൊക്കെ തോന്നും എന്ന് പറയുകയാണ്, കുറച്ചുകൂടെ മാന്യനാണെന്നൊക്കെ തോന്നും എന്നൊക്കെ ഇങ്ങനെ കോൺസ്റ്റബിൾ CIനോട് പറയുമ്പോൾ CIക്കും അത് വലിയ സന്തോഷമാണ് കേട്ടോ. എന്നാൽ ഇപ്പം തന്നെ അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കോൺസ്റ്റബിൾ CIയുടെ പിറകെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാറിപ്പോൾ അവിടെ പോയിട്ട് മാപ്പൊക്കെ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു പോവില്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ CI പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോഴും എൻ്റെ ഹൈറ്റ് ഇത്രയും തന്നെ ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ ഇവർ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. മുത്തശ്ശൻ നല്ല കട്ട കലിപ്പിൽ തന്നെയാണ് കേട്ടോ കയറി വരുന്നത്. ആ ഷർട്ടിൻ്റെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ കയറി വരുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്